നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധമുണ്ടാക്കി, പത്തനംതിട്ടയിലും വിമർശനം. CPIM സംസ്ഥാന കമ്മിറ്റിക്ക് പുറമെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമാക്കിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിച്ചു. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ട്. ബസിൽ മകൾക്ക് നേരെ ലൈംഗിക അതിക്രമം, 59കാരന്റെ മൂക്കിടിച്ച് തകർത്ത് അമ്മ. പത്തനംതിട്ട അടൂരിൽ മകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 59കാരന്റെ മുഖത്തടിച്ച് അമ്മ. പത്തനംതിട്ട ഏനാത്താണ് സംഭവം. അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയ്ക്കാണ് അടിയേറ്റത്. അടിയിൽ രാധാകൃഷ്ണന്റെ മൂക്കിന്റെ പാലം പൊട്ടി. രക്തമൊലിപ്പിച്ച ഇയാൾ യുവതിയുമായി വഴക്കുണ്ടാക്കാനും ചെന്നുവെന്നാണ് വിവരം. M. മുകേഷ് മോശം സ്ഥാനാർത്ഥി, LDF കൺവീനറെ നിയന്ത്രണം. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ M. മുകേഷിനും EP ജയരാജനും രൂക്ഷ വിമർശനം. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ M. മുകേഷിന്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും പാർട്ടി ഘടകങ്ങൾ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ നടന്നില്ലെന്നുമാണ് കുറ്റപ്പെടുത്തൽ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ പ്രചരണം ഒഴിവാക്കാമായിരുന്നുവെന്നും യോഗം വിലയിരുത്തി. CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ CSIR UGC നെറ്റ് പരീക്ഷയും മാറ്റിവെച്ചു. ജൂൺ 25 മുതൽ 27 വരെ നടക്കാനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും മൂലമാണ് പരീക്ഷ മാറ്റിവെക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കരിപ്പൂരിൽ വ്യാജ ബോംബ് ഭീഷണി, ഷാർജയിലേക്കുള്ള വിമാനം വൈകി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് ഭീഷണി സന്ദേശം അടങ്ങിയ കുറിപ്പ് വിമാനത്തിൽ നിന്നും ലഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. CISF വിമാനത്തിൽ പരിശോധന നടത്തി. ഭീഷണി വ്യാജമാണെന്നാണ് നിഗമനം. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ്, സർക്കാർ തീരുമാനം ആത്മഹത്യാപരം. കേരളം ഒന്നടങ്കം എതിർക്കും KC വേണുഗോപാൽ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം ആത്മഹത്യാപരമെന്ന് KC വേണുഗോപാൽ. കേരളം ഒന്നടങ്കം എതിർക്കുമെന്ന് പറഞ്ഞ KC വേണുഗോപാൽ മനസാക്ഷിയെ ആരോപിച്ച സംഭവമാണിതെന്നും ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC. റാക്ക് കാലി, വരുമാനം ഇടിഞ്ഞു, വാർഷികാഘോഷം മുടക്കാതെ സപ്ലൈകോ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ആഘോഷം മുടക്കാതെ സപ്ലൈകോയുടെ 50ാം വാർഷികാഘോഷം അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലളിതമായ ആഘോഷ ചടങ്ങുകളാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. കണക്ക് വെച്ച് സംസാരിക്കാം. മലപ്പുറത്ത് കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രം. ഇനിയും 2 അലോട്ട്മെന്റുകൾ. മന്ത്രി. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി. മലപ്പുറത്ത് +1 കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. അൺഎയ്ഡഡ് ഒഴികെ 11,083 സീറ്റുകൾ ജില്ലയിൽ ഒഴിവുണ്ട്. ഇനി 2 അലോട്ട്മെന്റ് കൂടി ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നത്. ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സമരം തുടങ്ങി.
കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ്. സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതികളെ നടപ്പാക്കൂ. വർക്കല സന്ദർശിച്ച് സുരേഷ് ഗോപി. വർക്കല ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതികളെ പ്രദേശത്ത് നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. വർക്കലയിൽ അടുത്തിടെ ഇടിഞ്ഞ കുന്നുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.